ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ആവേശകരമായ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞത്. മലപ്പുറം ജില്ലയിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ വിജയമാണ്. ഞങ്ങളിത് പ്രതീക്ഷിച്ചതാണ്, ഞങ്ങൾ നേരത്തെ മുൻകൂട്ടി പറഞ്ഞതാണ്. 100-ലധികം സീറ്റുമായി കേരളത്തിൽ UDF അധികാരത്തിൽ വരുമ്പോൾ മലപ്പുറത്ത് 100 മേനി വിജയമുണ്ടാകും. 16 ഞങ്ങൾ വിജയിക്കുമെന്ന് ഞങ്ങൾ പലതവണ ആവർത്തിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞതാണ്. അത് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. മലപ്പുറത്ത് UDF 16 സീറ്റിലും വിജയിച്ചിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് മത്സരിക്കുന്ന 4 സീറ്റിലും വിജയിക്കാൻ കഴിഞ്ഞു. വിജയിച്ച UDFൻ്റെ സ്ഥാനാർത്ഥികളെല്ലാം വലിയ ഭൂരിപക്ഷത്തിന് ആണ് വിജയിച്ചിരിക്കുന്നത്. അഭിമാനകരമായ വിജയമാണ്. മലപ്പുറത്ത് 16 സീറ്റിലും UDF വിജയിച്ചു വരുമ്പോൾ തവനൂരിൽ തങ്കത്തിളക്കമുള്ള ഒരു വിജയമാണ്. തവനൂർ നിയോജകമണ്ഡല രൂപം കൊണ്ട് ഞങ്ങൾക്ക് ഇതുവരെ ജയിക്കാൻ കഴിയാത്ത ഒരു മണ്ഡലമായിരുന്നു. ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഒരു ബാലികേറ മലയാണ് ഞങ്ങളെ സംബന്ധിച്ച്. പക്ഷേ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ ടീം UDF ആയി നിന്ന് പ്രവർത്തിച്ച് ഒരു വലിയ വിജയം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. തവനൂരിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു റിയൽ മലപ്പുറം സ്റ്റോറി ആയിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ വിജയത്തെ കാണുന്നത്. നമ്മുടെ ഈ മലപ്പുറത്തിൻ്റെ മണ്ണിനെ അപമാനിക്കാനും അവഹേളിക്കാനും ഈ മണ്ണിനെ കളങ്കപ്പെടുത്താനും ഒക്കെ വ്യാജ പ്രചരണങ്ങളും വ്യാജ കഥകളും ഒക്കെ മെനയുന്ന പല ആളുകളും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ ഉണ്ട്. അതിന് വേണ്ടുന്ന വെള്ളവും വളവും നൽകുന്ന കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയുള്ള മറുപടിയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF തൂത്തുവാരി ജയിച്ചപ്പോൾ ഇവിടെ മതം തിരിഞ്ഞാണ് ആളുകൾക്ക് വോട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞ മന്ത്രിസഭയിലെ ഒരു അംഗമുണ്ട്, സജി ചെറിയാൻ. ഇവർക്കെതിരെയൊക്കെയുള്ള ഒരു വിധിയെഴുത്താണ്. മലപ്പുറം ജില്ലയെ കാലങ്ങളായി ഈ മണ്ണിൻ്റെ മതേതര മനസ്സിനെ മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ആ വ്യാജ പ്രചരണങ്ങൾക്കെതിരെയുള്ള ഏറ്റവും മനോഹരമായൊരു മറുപടിയാണ്. ചരിത്രത്തിൽ എക്കാലത്തും എടുത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു രജത രേഖയായി ഈ വിജയം വെട്ടിത്തിളങ്ങുക തന്നെ ചെയ്യും. മലപ്പുറം മതസൗഹാർദ്ദത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും മണ്ണാണ് എന്ന് ഒരുപാട് ഉദാഹരണങ്ങൾ, ആ ഉദാഹരണങ്ങൾക്ക് ഒരിക്കൽ കൂടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മതേതരത്വവും മതസൗഹാർദ്ദവും പരസ്പര സ്നേഹവും വിശ്വാസവും ഒക്കെ ഏറ്റവും കൂടുതൽ നന്നായി ഊട്ടി ഉറക്കപ്പെട്ട മണ്ണ് മലപ്പുറത്തിൻ്റെ മണ്ണാണെന്ന് തെളിയിക്കുന്ന റിയൽ മലപ്പുറം സ്റ്റോറിയായി ഈ വിജയം മാറുകയാണ്. അതുകൊണ്ട് ഈ വിജയത്തിന് വലിയ തിളക്കമുണ്ട്. അഭിമാനത്തോടു കൂടി ഞങ്ങൾ ഈ വിജയത്തെ സ്വീകരിക്കുകയാണ്. തീർച്ചയായും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ അരയും തലയും മുറുക്കിയാണ് ഈ മത്സരത്തിൽ UDFനോടൊപ്പം നിന്നത്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നൽകിയ പിന്തുണ ഒരിക്കലും മറക്കാനാവാത്തതാണ്. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ ഒരു യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് തന്നെ മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ ഭാഗമായി 27 സീറ്റിലല്ല മത്സരിക്കുന്നത്, 28 സീറ്റിലാണ്. 28ാമത്തെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി തവനൂരിൽ VS ജോയി ആണെന്ന് പറഞ്ഞ് അത്രമേൽ എന്നെ ചേർത്ത് പിടിച്ച് അത്രമേൽ എനിക്ക് എല്ലാവിധ പിന്തുണയും മുസ്ലിം ലീഗിൻ്റെ സഹപ്രവർത്തകർ നൽകിയിരുന്നു. തീർച്ചയായും ടീം UDF ആയി നിന്ന് നല്ല ഒരു വിജയമാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത്. എല്ലാ കാലത്തും ഓർക്കപ്പെടാൻ കഴിയുന്ന ഒരു വിജയമായി ഓർത്തിരിക്കാൻ കഴിയുന്ന മനോഹര വിജയം സമ്മാനിച്ച വോട്ടർമാർക്ക് നന്ദി പറയാം. തീർച്ചയായും സ്വാഭാവികമായിട്ട് UDF മന്ത്രിസഭയിൽ എല്ലാ കാലത്തും അർഹപ്പെട്ട പ്രാധാന്യം മലപ്പുറത്തിന് ലഭിച്ചിരുന്നല്ലോ. കഴിഞ്ഞ 10 വർഷമായിട്ട് മലപ്പുറം വികസന രംഗത്ത് എല്ലാ തലത്തിലും പിന്തള്ളപ്പെടുകയായിരുന്നു. കാരണം UDFൻ്റെ ഒരുറച്ച കോട്ടയായി UDFന് ഏറ്റവും കൂടുതൽ MLA മാരെ നൽകുന്നതുകൊണ്ട് പലപ്പോഴും ഈ ജില്ലയ്ക്ക് ആവശ്യമായിട്ടുള്ള അംഗീകാരങ്ങൾ അവസരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. 10 വർഷമായി വികസന രംഗത്ത് മലപ്പുറം ഒരുപാട് അവഗണന നേരിടുന്നുണ്ട്. അതിനൊരു മാറ്റമുണ്ടാവും. UDFൻ്റെ മന്ത്രിസഭയിൽ നല്ല പങ്കാളിത്തവും പ്രാതിനിധ്യമൊക്കെ മലപ്പുറം ജില്ലയ്ക്ക് ഉണ്ടാവും. മലപ്പുറം ജില്ല 16 സീറ്റ് UDFന് സമ്മാനിച്ച് സമ്പൂർണ്ണ വിജയം നൽകിയിട്ടുള്ള ഒരു ജില്ലയാണ്. വലിയ ഒരു തിരിച്ചുവരവ് UDFന് നൽകിയ ഈ ജില്ലയ്ക്ക് എല്ലാവിധത്തിലുള്ള അംഗീകാരവും ഐക്യ ജനാധിപത്യ മുന്നണി നൽകും. അതൊക്കെ പാർട്ടി നേതൃത്വവും MLA മാരൊക്കെ ആലോചിച്ച് തീരുമാനിക്കും. ഒന്നും നമ്മുടെ പരിധി വരുന്ന കാര്യമല്ലല്ലോ.